Hi there. Today we are moving to second module. രണ്ടാമത്തെ മൊഡ്യൂളാണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്ന കൺസെപ്റ്റ്സ് വാട്ട് ഈസ് മൾട്ടിപ്ലെക്സിങ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ. മൾട്ടിപ്ലെക്സിങ്ങും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് പറയുന്നത്. എന്താ മൾട്ടിപ്ലെക്സിങ്, അത് ടെലികമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് ആപ്ലിക്കേബിൾ എന്നുള്ളതാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഓൺലി 2 കൺസെപ്റ്റ്സ്, വെരി സ്മോൾ മൊഡ്യൂൾ. ഈ 2 ടോപ്പിക്കേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് ഇതിനകത്ത് മൾട്ടിപ്ലെക്സിങ് എന്താണെന്ന്. മൾട്ടിപ്ലെക്സിങ് ഇവിടെ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം. MUX മൾട്ടിപ്ലെക്സിങ് എന്നും DEMUX മൾട്ടിപ്ലെക്സിങ് എന്നും ആണ് അത് മീൻ ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ ഇതിൽ മുന്നേ പറഞ്ഞിരുന്നല്ലോ എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ റാപ്പിംഗ് ദി ഡാറ്റ, റൈറ്റ്. അപ്പോൾ റിസീവർ എൻഡിൽ എന്തായിരിക്കും, ഡീക്രിപ്ഷൻ ചെയ്യും, റൈറ്റ്. മോഡ്യുലേറ്റർ യൂസ് ചെയ്തിട്ട് മോഡ്യുലേറ്റ് ചെയ്ത ഡാറ്റനെ അപ്പുറത്ത് ഡീമോഡ്യുലേറ്റ് ചെയ്യും, റൈറ്റ്. അതുപോലെ തന്നെ മൾട്ടിപ്ലെക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ എൻഡിൽ അതിനെ ഡീമൾട്ടിപ്ലെക്സും നമ്മൾ ചെയ്യും. ഓക്കെ, സോ എന്താണ് അപ്പോൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് വെച്ചാൽ എന്താ? സോ മൾട്ടിപ്ലെക്സിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് മൾട്ടിപ്പിൾ സിഗ്നൽസ് ഫോർ ട്രാൻസ്മിഷൻ ഓവർ എ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ പാത്ത്. ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ പാത്തിലൂടെ നമ്മൾ ഡാറ്റനെ സെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം മൾട്ടിപ്പിൾ സിഗ്നൽസിനെ 1 2 3 4 ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ലേ, ഇങ്ങനത്തെ മൾട്ടിപ്പിൾ സിഗ്നൽസിനെ ഒരു സിംഗിൾ പാത്വേയിലൂടെ റിസീവർ എൻഡിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മൾട്ടിപ്ലെക്സിങ് എന്ന് പറയാം. ഓക്കെ, ദിസ് പാത്ത് വിച്ച് കുഡ് ബി ഫിസിക്കൽ ലിങ്ക് ആയിരിക്കും, ലൈക്ക് എ കേബിൾ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ചാനൽസ് ആക്കി ഉണ്ടാവാം. ഈ ചാനൽ ക്യാരീസ് ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ പെയർസ് ഓഫ് ഡിവൈസസ്. എ മൾട്ടിപ്ലെക്സർ ഓർ MUX കമ്പൈൻസ് മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീംസ് ഇൻ ടു വൺ. വൈലെ ഡീമൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യും, ഈ റിസീവ് ചെയ്ത സിംഗിൾ യൂണിറ്റ് ആക്കിയിട്ട് വന്നിട്ടുള്ള സ്ട്രീമിനെ അതിനെ ബാക്ക് ഇൻ ടു ഇൻഡിവിജ്വൽ സിഗ്നൽസ് ആക്കിയിട്ടാണ് റിസീവർ എൻഡിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്പിൾ സിഗ്നൽസിനെ മൾട്ടിപ്ലെക്സ് എന്ത് ചെയ്യും, സിംഗിൾ സ്ട്രീമാക്കി മാറ്റി ഡാറ്റനെ പാസ് ചെയ്ത് അതിനെ അപ്പുറത്ത് റിസീവർ എൻഡിൽ ഡീമൾട്ടിപ്ലെക്സ് ചെയ്യും. ഈ ടെക്നിക്കിനെ ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സിങ് ടെക്നിക്സ് ആർ ഡിവൈഡഡ് ഇൻ ടു പ്രൈമർലി 3 ടൈപ്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് FDM, വേവ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് WDM, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് TDM. ഓക്കെ, ഈ ഓരോ ടെക്നിക്കിനും യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സും ആപ്ലിക്കേഷൻസും ഉണ്ട്. ഈ ഓരോന്നിനും യുണീക്കായിട്ടുള്ള ടെക്നിക്കാണ് എന്താണ്, അതാത് ഏത് ഫീൽഡിലാണോ ആപ്ലിക്കബിൾ ആ ഫീൽഡിലേക്ക് അതിനെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്താ, അനലോഗ് ടെക്നിക്കാണിത്. ഓക്കെ, ഫ്രീക്വൻസി ഡിവിഷനും വേവ് ഡിവിഷനും ഒക്കെ അനലോഗ് ടെക്നിക്കാണ്. സോ ഇവിടെ എന്തായിരിക്കും, ഫ്രീക്വൻസി ഡിവിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ മൾട്ടിപ്ലെക്സിങ്ങിന് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു സിംഗിൾ ഹൈവേയിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് കൂട്ടുക. അപ്പോൾ സിംഗിൾ ഹൈവേയിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് അല്ലേ ഒരൊറ്റ ഹൈവേയിൽ പാസ് ചെയ്യാം. 2 വീലർ ഉണ്ടാവാം, 4 വീലർ ഉണ്ടാവും, 4 വീലറിൽ തന്നെ ടൈപ്സ് ഉണ്ടാവും, ലാർജ് വെഹിക്കിൾ പോവും, റൈറ്റ്. ഈ വെഹിക്കിൾസിനൊക്കെ നമുക്ക് സിഗ്നൽസ് ആക്കി ഇമാജിൻ ചെയ്യാം. ഈച്ച് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് സിഗ്നൽസ് ഇറ്റ്സ് ഓൺ എന്താണ് ഡെസിഗ്നേറ്റഡ് ചാനലിലൂടെ പാസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു ടോൾ എടുക്കാം, അതിൽ 2 വീലർ ഈ സൈഡിലൂടെ പോട്ടെ, എന്താണ് കണ്ടെയ്നർ ഈ സൈഡിലൂടെ, 4 വീലേഴ്സ് ബസ്സാണെങ്കിൽ ഈ സൈഡിലൂടെ, ഇങ്ങനെ ഒരൊറ്റ പാത്തിനെ തന്നെ ഡിവൈഡ് ചെയ്യും, റൈറ്റ്. അങ്ങനെ മൾട്ടിപ്ലെക്സിങ്ങിനെ അങ്ങനെ എടുത്താൽ മതി, ഫൈൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് അല്ലെങ്കിൽ FDM എന്താണെന്ന് നോക്കാം. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ഡിവൈഡ്സ് ദ അവൈലബിൾ ബാൻഡ്വിഡ്ത്ത് ഇൻടു മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ചാനൽസ്. അതായത് ഫ്രീക്വൻസി മൾട്ടിപ്ലെക്സിങ്ങിൽ ഇങ്ങനെ ഒരുപാട് ഇത് വരുമല്ലോ, സിഗ്നൽസ് വരുമല്ലോ. സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ ബാൻഡ് വിഡ്ത്തിനെ തന്നെ മൾട്ടിപ്പിൾ ചാനൽസ് ആക്കി ഡിവൈഡ് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ, ഹൈവേ പറഞ്ഞ പോലെ ബാൻഡ് വിഡ്ത്തിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും എന്തുണ്ടാവാം, ഓവർലാപ്പിംഗ് ഉണ്ടാവാം അവിടെ, റൈറ്റ്. ഓവർലാപ്പിംഗ് ഉണ്ടാവും. ആ ഓവർലാപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗാർഡ്
ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒരു ഗാർഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ചാനലിനെ വേർതിരിക്കുക. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ എന്ത് പറയാം, ഒരു റേഡിയോ നോക്കാം. നമുക്ക് ഒരുപാട് റേഡിയോ ചാനൽസ് ഉണ്ടല്ലേ, 91.9 അങ്ങനെ 91 ഇത് 102.6 വിവിധ് ഭാരതി അങ്ങനെ പറഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് ഓൺ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസാണ്, റൈറ്റ്. Each station can broadcast simultaneously without interfering with each other because they are on different channel. ആ ഒരൊറ്റ വേവ് ലെങ്ത് ബാൻഡ് വിഡ്ത്തിനെ തന്നെ ഡിഫറെൻറ്റ് ചാനൽസ് ആക്കി മാറ്റിയത് കൊണ്ട് ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. അതൊരു ഡിമെറിറ്റും കൂടിയാണ്. എല്ലാത്തിനും ഒരു ഡിമെറിറ്റും ഉണ്ടാവും. മെറിറ്റാണ് കൂടുതലെങ്കിൽ വി ഇംപ്ലൈ ഇറ്റ്. സോ FDM എന്ന് പറയുന്നതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ബാൻഡ് വിഡ്ത്തിനെ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ചാനൽസ് ആൻഡ് ഡിഫറെൻറ്റ് ചാനലിലൂടെ ആയിരിക്കും നമ്മളെ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുക. ഓക്കെ, ഇനി വേവ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. വാട്ട് ഈസ് വേവ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്? ഈസ് സിമിലർ ടു FDM വേവ് ഡിവിഷൻ. പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഒരു ബാൻഡ് വിഡ്ത്തിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഒരു ഫൈബർ ഓപ്റ്റിക് കേബിളാണ് യൂസ് ചെയ്യുക. ഫൈബർ ഓപ്റ്റിക് കേബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, ഒരു ബീം ഓഫ് ലൈറ്റ് വിൽ ബി പാസിങ് ഇൻ ടു എ പ്രിസം. അതിനെന്ത് ചെയ്യും, ഒരുപാട് മൾട്ടിപ്പിൾ ബീംസ് ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലൈനിലൂടെ പാസ് ചെയ്ത് അപ്പുറത്ത് ഡീമൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യും, റിസീവ് ചെയ്തതിനെ ഡീമൾട്ടിപ്ലെക്സ് ചെയ്യും, റൈറ്റ്. നിങ്ങൾക്കറിയുന്നുണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചെയ്തെടുക്കാം, നമ്മളിവിടെ ഇവിടുത്തെ ഇതിൽ പറയുന്നുണ്ടാകും എക്സാമ്പിൾ ഇല്ലല്ലേ. അപ്പോൾ എക്സാമ്പിൾ കൺസിഡർ എന്താ ചെയ്യുക, ഒരു റെയിൻബോ കൺസിഡർ ചെയ്യുക. റെയിൻബോ എന്ന് പറയുന്നത് 7 കളേഴ്സ്, റൈറ്റ്. 7 കളേഴ്സ് ഉള്ള ഒരു ലൈറ്റ് ബീമിനെ ഞാൻ പ്രിസത്തിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസം അതിനെന്ത് ചെയ്യും, സ്പെക്ട്രം അല്ലേ, ആ 7 കളേഴ്സിനെയും സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരും. സോ അത് ആ ഒരു ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്താൽ മതി. വേവ് ഡിവിഷൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ആ 7 കളേഴ്സിന് നിങ്ങൾ ഡിഫറെൻറ്റ് സിഗ്നൽസ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. അതിനെ ഒരു സിംഗിൾ ബീം ഓഫ് ലൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഇതിലൂടെ മീഡിയത്തിലൂടെ പാസ് ചെയ്യാം. എന്നിട്ട് അപ്പുറത്ത് ഡീമൾട്ടിപ്ലെക്സർ പ്രിസം എന്ത് ചെയ്യും, ഈ ബീം ഓഫ് ലൈറ്റിനെ റിസീവ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ചാനൽ എന്തൊക്കെയാണോ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫൈൻ, കൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നത്. എക്സാമ്പിൾ അതായിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ആദ്യത്തിൽ FDMൽ നമ്മൾ വേവ് ലെങ്ത്തിനെയാണ് ബാൻഡ് വിഡ്ത്തിനെയാണ് സ്പ്ലിറ്റ് ചെയ്തതെങ്കിൽ വേവ് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈബർ ഓപ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ഓപ്റ്റിക്കൽ സിഗ്നൽസിനെയാണ് അതിലൂടെ പാസ് ചെയ്യണത്, റൈറ്റ്, എ ബീം ഓഫ് ലൈറ്റ് യൂസ് ചെയ്തിട്ട്. സോ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ ഉള്ളത് അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും ഡാറ്റേനെ. പക്ഷേ ഡാറ്റ ഈസ് സ്പ്ലിറ്റഡ് ഇൻ ടു സ്ലോട്ട്സ് ആക്കിയിട്ട് ഓരോ സ്ലോട്ടിനും നമ്മൾ എന്ത് കൊടുക്കും, ടൈം അലോട്ട് ചെയ്യും. ടൈം അലോട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 seconds ഫോർ ഈച്ച് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഡാറ്റ അതുപോലെ തന്നെ പാസ് ചെയ്യും. ഓക്കെ, ഓർഡറിൽ പാസ് ചെയ്തിട്ട് ഡീമൾട്ടിപ്ലെക്സർ അതിന് ഡീമൾട്ടിപ്ലെക്സ് ചെയ്യും. ഫൈൻ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്ത് പറയാം, ഇപ്പോൾ ക്ലാസ് റൂമിൽ ഒരു ടോപ്പിക് എടുത്തിട്ട് Q&A സെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം തരികയാണ്. സോ ഈച്ച് സ്റ്റുഡൻറ്റ് ക്യാൻ ഹാവ് എ QA ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്താൾക്ക് ചാൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റും 1 minute ടൈം കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും 30 second ടൈം കൊടുക്കുക. സോ അപ്പോൾ ഒരു ഓവർലാപ്പിംഗ് അവിടെ നടക്കില്ല. പക്ഷെ ഒരാളെ ഇത് കഴിഞ്ഞിട്ട് ആ ടൈം കഴിഞ്ഞിട്ട് അടുത്താൾക്ക് പോകുന്നുള്ളൂ. അങ്ങനെ ഈക്വലായിട്ട് ഓർഡറിൽ നമ്മൾ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിന് നിങ്ങൾക്ക് എഴുതാം. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ഈസ് ഓഫ് 2 types. ഒന്ന് സിങ്ക്രണൈസ് ടൈം ഡിവിഷനും ഒന്ന് അസിങ്ക്രണസ് ടൈം ഡിവിഷനുണ്ട്. സിങ്ക്രണസ് ടൈം ഡിവിഷനിൽ വാട്ട് ഹാപ്പൻസ് ഈസ്, സിങ്ക്രണസ് ടൈം ഡിവിഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ടൈം സ്ലോട്ട് ഈസ് ഇൻ സിങ്ക്രണസ് ടൈം ഡിവിഷൻ ഈച്ച് ഡിവൈസ് ഗെറ്റ്സ് ദ സെയിം ടൈം സ്ലോട്ട് ഇൻ എ റിപ്പീറ്റിംഗ് സൈക്കിൾ. ഇത് ഞാനൊരു ഡാറ്റനെ എത്ര സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വാട്ട് ഹാപ്പൻസ്,
each the data get equal time division whether the data is to be sent or not. സെൻഡ് ചെയ്തോ ഇല്ലയെന്ന് അറിയണ്ട, എല്ലാത്തിനും ടൈം സ്ലോട്ട് കൊടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ബസ് ഷെഡ്യൂൾ നോക്കാം. ബസ് ഷെഡ്യൂൾ ഇപ്പം കാലിക്കറ്റ് ടു പാലക്കാട് ബസ് ഉണ്ട് KSRTC ബസ്. ഓക്കെ, സോ 10 ബസ് ഉണ്ടെങ്കിൽ 10നും ടൈം സ്ലോട്ട് കൊടുത്തു. രാവിലെ 4 മണിക്കുണ്ട്, 5 മണിക്കുണ്ട്, 6 മണിക്കുണ്ട്, ഇങ്ങനെ ടൈം സ്ലോട്ട് കൊടുത്തു. വെദർ അവിടെ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദ ബസ് വിൽ ബി ടേക്കിംഗ് അറ്റ് ദറ്റ് ടൈം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്, ഇനി ബസ് എടുത്താലും ഇനി ആ സമയത്ത് ബസ് എടുക്കുന്നില്ല എന്നാലും അപ്പോൾ ബസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 മണീൻ്റെ ബസ് എടുക്കുന്നില്ലെങ്കിൽ 6 മണിക്ക് ടൈം അലോട്ട് ചെയ്ത സമയത്ത് ഒരു ബസ്സും എടുക്കുന്നില്ല. ബട്ട് ടൈം ഈസ് അലോട്ടഡ്, വേറൊരു ഡാറ്റനെ അതിന് പകരം അവിടെ ഇടുന്നില്ല. ഹോപ്പ് യു ഗോട്ട് ദിസ്. അപ്പം വെദർ ദ ഡാറ്റ ഈസ് സെൻറ്റ് ഓർ നോട്ട് എൻറ്റയറായിട്ട് ടൈം സ്ലോട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് സിങ്ക്രണസ്. അസിങ്ക്രണസ് ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ സ്റ്റാറ്റിക്കലായിരിക്കും. അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിൽ ടൈം സ്ലോട്ട് ഈസ് അലോക്കേറ്റഡ് ഡൈനാമിക്കലി based on the demand. Device only get a time slot if the data is to be sent. ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ടൈം സ്ലോട്ട് അലോട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടാക്സി എടുക്കാം അല്ലെങ്കിൽ ഓട്ടോ എടുക്കാം, ടൈം സ്ലോട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കാലിക്കറ്റിലൊക്കെ കാണാം, നിങ്ങൾക്ക് ഒരാൾക്കും ഓട്ടോയ്ക്ക് ഓവർടേക്ക് ചെയ്യാനൊന്നും പറ്റില്ല, വൺ ബാക്കിലായിരിക്കും. വെദർ ദ പാസഞ്ചർ ഈസ് ദെയർ ദ ടാക്സി ഈസ് ടേക്കൺ, റൈറ്റ്? അലൗട്ട്, അതായത് ടൈം വിൽ ബി അലൗട്ടഡ്. ബട്ട് ഇഫ് ദി ഡാറ്റ ഈസ് ദെയർ, അല്ലെങ്കിൽ എക്സാമ്പിൾ പാസഞ്ചർ ഈസ് ദെയർ ഓൺലി വെൻ ദി പാസഞ്ചർ ഈസ് ദെയർ ആ വെഹിക്കിൾ എടുക്കുള്ളൂ, റൈറ്റ്? അതുപോലെ സോ വെൻ ദ ഡാറ്റ ഈസ് ടു ബി സെൻറ്റ് അപ്പം മാത്രം ടൈം അലൗട്ട് ചെയ്ത് കൊടുക്കുക. അത് 2 സെക്കൻഡ് ആണെങ്കിൽ 2 സെക്കൻഡേ അലൗട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഡാറ്റ ഉണ്ടെങ്കിൽ ടൈം എന്താ ചെയ്യുള്ളൂ, ടൈം സ്ലോട്ട് അലൗട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. അതാണ് അസിങ്ക്രണസ്. ഇനി ഇതിൻ്റെ ടൈപ്സൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ നോക്കാം, മൾട്ടിപ്ലക്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ്. അത് ടെലികമ്മ്യൂണിക്കേഷനിലാണ് മൾട്ടിപ്ലക്സിങ് എന്താണെന്നോ അത് ഹൗ അപ്ലൈഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ് പറഞ്ഞതാണല്ലോ. സോ ടെലിഫോൺ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ മൾട്ടിപ്ലക്സിങ് ആപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ മൾട്ടിപ്ലക്സിങ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ടെലിഫോൺ സിസ്റ്റത്തിലാണ് ടു മാനേജ് ന്യൂമറസ് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള കോൾസ് മാനേജ് ചെയ്യുന്നൊരു സ്ഥലമാണല്ലോ ടെലികമ്മ്യൂണിക്കേഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലക്സിങ് ആണെന്നാണ് പറയുന്നത്. ദിസ് ക്യാൻ ബി ത്രൂ അനലോഗ് ഓർ ഡിജിറ്റൽ സർവീസസ്. ഡാറ്റ മേ ബി അനലോഗ് ഓർ ഇറ്റ് മേ ബി ഇൻ ഡിജിറ്റൽ. സോ ടെലികമ്മ്യൂണിക്കേഷനിൽ it will be most probably it will be analog, right? So in analog systems multiple voice calls are combined using FDM. എന്താണ്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിൽ യൂസ് ചെയ്തിട്ടാണ്, റൈറ്റ്? ഇൻ ഡിജിറ്റൽ സിസ്റ്റം ആണെങ്കിലോ ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ കോൾസ് ആർ കമ്പൈൻഡ് യൂസിങ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഡിജിറ്റൽ ആണെങ്കിൽ സിഗ്നൽ, ഇഫ് ദറ്റ് സിഗ്നൽ ഈസ് ഡിജിറ്റൽ, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് യൂസ് ചെയ്യും. ഇഫ് ദ ഡേറ്റ ഈസ് അനലോഗ് സിഗ്നൽ ആണെങ്കിൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് യൂസ് ചെയ്യും. ഫൈൻ. സോ അനലോഗ് സർവീസസ് എന്തിൽ നോക്കാം, അനലോഗ് സർവീസസ് ആണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ നോക്കാം. അനലോഗ് സർവീസസ് ഇൻക്ലൂഡ്സ് ഒന്ന് സ്വിച്ച്ഡ് സർവീസസ് ആണ്, അനലോഗ് സ്വിച്ച്ഡ് സർവീസസ്. ആൻഡ് അതർ വൺ ഇസ് ലീസ്ഡ് സർവീസസ്, ലീസിന് കൊടുക്കുക, ലീസ്ഡ് സർവീസസ്, അനലോഗ് ലീസ്ഡ് സർവീസസ് എന്ന് പറയാം. ഡെഡിക്കേറ്റഡ് ലൈൻസ് ആയിരിക്കും. മറ്റേത് സ്വിച്ച്ഡ് ആണെങ്കിൽ ഡയലപ്പ് ആയിരിക്കും, റൈറ്റ്? വൈൽ ദ കോൾ ഈസ് ഗോയിങ് ടു ഹാപ്പൺ, അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഡാറ്റ പാസ് ചെയ്യും. ഇഫ് ഇറ്റ്സ് ലീസ്ഡ് ആണെങ്കിലോ ഡെഡിക്കേറ്റഡ് ലൈൻസ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു ഏരിയ ലീസിന് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് മീൻസ് ആക്ച്വലി അത് എനിക്കുള്ളതാണ്, ഡെഡിക്കേറ്റഡ് ടു മീ. അത് ഞാൻ കോൾ ചെയ്യുമ്പോൾ ഡാറ്റ ഫ്ലോ ത്രൂ ഇറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ബി ഇൻ റെസ്റ്റ്, റൈറ്റ്? സോ ഇതിന് എക്സാമ്പിൾ എന്ത് പറയാം, ട്രഡീഷണൽ ഹോം സർവീസസ് പറയാം. നമുക്ക് ഹോം ഫോൺ യൂസ് ചെയ്യുന്നത് പറയാം അല്ലേ. Analog switched services where calls are connected through a series of switches.
ബിസിനസ് ഓഫൻ യൂസസ് വലിയ വലിയ ലാർജ് ബിസിനസ്സോ ഓർഗനൈസേഷൻസോ ഒക്കെയാണ് ലീസ്ഡ് സർവീസസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷനൊക്കെ ഒന്ന് തറോ ആയിട്ട് വായിക്കാം. മീനിങ് ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് ഡിജിറ്റൽ സർവീസസ് നോക്കാം. ഡിജിറ്റൽ സർവീസസ് ഇൻ ടെലിഫോൺ സിസ്റ്റം. ഡിജിറ്റൽ സർവീസസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? യു ക്യാൻ സീ ഓവർ ഹിയർ. ഇതാണ് ഡിജിറ്റൽ സർവീസസ്. ഇതിനെക്കുറിച്ചാണ് പറയണേ. ഇൻക്ലൂഡ്സ് ഒന്ന് സ്വിച്ച്ഡ് ബൈ 56 എന്ന് പറയുന്ന സർവീസസ്, ഒന്ന് ഡിജിറ്റൽ ഡാറ്റ സർവീസ് DDS എന്ന്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് DDS. ദെൻ ലാസ്റ്റ് വൺ ഈസ് DS, ഡിജിറ്റൽ സിഗ്നൽ സർവീസ്. ഓക്കെ, DS എന്ന് പറഞ്ഞാൽ മതി. ദീസ് സർവീസസ് ഓഫൻ ഹയർ ഡാറ്റ റേറ്റ്സും ബെറ്റർ നോയ്സ് ഇമ്മ്യൂണിറ്റിയും ഇതിനകത്തുണ്ട്. ഏത് ഡിജിറ്റൽ സർവീസസിലുണ്ട്. അനലോഗിനകത്ത് ഫ്രീക്വൻസി ഡിവിഷൻ ആയതുകൊണ്ട് ഒറ്റ മൾട്ടിപ്ലക്സിങ് ലൈനിലൂടെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ചാനൽസാക്കി ഡിവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഒരാളെ കോളിൽ വേറൊരാളെ കോള് ഓവർലാപ്പായിട്ട് കാണില്ല. മൊബൈൽ ഡിവൈസസ് ആണെങ്കിൽ പ്രത്യേകിച്ച്. പണ്ട് ലാൻഡ് ലൈൻ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരുടെയെങ്കിലും കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ എന്തായിരിക്കും, കുറേ ഇയേഴ്സ് ബാക്കിൽ ലാൻഡ് കണക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലാൻഡ് കണക്ഷൻ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. ഫൈൻ. സോ ഓവർലാപ്പിംഗ് ഉണ്ടാവാറുണ്ട്. ഡിജിറ്റൽ അത് ഉണ്ടാവാറില്ല. ഓക്കെ, അതാണ് നോയ്സ് ഇമ്മ്യൂണിറ്റി ബെറ്റർ ആയിരിക്കും ഡിജിറ്റൽ സർവീസസിൽ. ഓക്കെ, സോ ഇതിൽ ഓരോന്നും പറയാം. സ്വിച്ച്ഡ് 56 ആണെങ്കിൽ അലൗസ് ഫോർ 56 kbps ഡാറ്റ ട്രാൻസ്മിഷൻ ആണ് അവിടെ പെർമിറ്റഡ് ആയിട്ടുള്ളത്. DDSലാണെങ്കിൽ 64 kbps per second ആണ്. DS സർവീസസ് പറയുന്നത്, DS സർവീസസിൽ ലൈക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് T-ലൈൻ, ഫ്രാക്ഷണൽ T-ലൈൻ ഇതൊക്കെയാണ് ഇതിൽ DS സർവീസസിൽ വരുന്നത്. മറ്റ് രണ്ട് സ്വിച്ച്ഡ് 56ലും DDS അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓഫർ ഹയർ ബാൻഡ് വിഡ്ത്ത് ബൈ മൾട്ടിപ്ലക്സിങ്, മൾട്ടിപ്പിൾ ചാനൽസിന് വേണ്ടിയിട്ട് ഹയർ ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് DS സർവീസസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെല്ലുലാർ സിസ്റ്റം ആണ്. സെല്ലുലാർ സിസ്റ്റം ഓൾമോസ്റ്റ് 17 minutes ആയല്ലേ. സോ വി ക്യാൻ വൈൻഡ് അപ്പ് ഹിയർ. സെക്കൻഡ് മൊഡ്യൂള്. നെക്സ്റ്റ് വി ഹാവ് എന്തൊക്കെയാണ് ടോപ്പിക്സ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വി ഹാവ് സെല്ലുലാർ സിസ്റ്റം, നെക്സ്റ്റ് GSM ഉണ്ട്, GSM സർവീസസ് ഉണ്ട്, GSM സിസ്റ്റം ആർക്കിടെക്ചർ. ഇത്രേ ഉള്ളൂ. അതിൻ്റെ അഡ്വാൻറ്റേജ്, GSM എന്താ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൽ ലാസ്റ്റ് വൺ NSS. ഇത്രയേ ഉള്ളൂ ടോപ്പിക്. ഓക്കെ, ഈ ഒരു കുഞ്ഞു ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.